നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 5-ാം തീയതി, 1200-ാം ആണ്ട് വൃശ്ചിക മാസം 20-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസമാണ് വ്യാഴാഴ്ച. കാരണം വ്യാഴം എന്ന് പറയുമ്പോൾ ഗുരു, ലക്ഷം ദോഷം ഗുരുഹന്തി. വ്യാഴത്തിൻ്റെ ദിവസം ലക്ഷം ദോഷം ഉണ്ടെങ്കിലും തീർന്നു പോകുന്നതാണ്. അന്ന് ശുഭനക്ഷത്രം വന്നാലോ നമുക്ക് ഇരട്ടി മധുരം എന്ന് പറയും പോലെയാണ്. അന്ന് വന്നിരിക്കുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ശുഭനക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം. ഇപ്പോൾ വ്യാഴാഴ്ച ഉത്രാട നക്ഷത്രം. അപ്പോൾ ഇന്ന് എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ദിവസമാണ്. അതിലുപരി ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഏറ്റവും സാമ്പത്തിക പുരോഗതി, സാമ്പത്തിക കാരകത്വം വഹിച്ച ഗ്രഹമാണ് വ്യാഴം. ഒരാളുടെ സമ്പത്തിൻ്റെ അവസ്ഥയെ കാണിക്കുന്നത് വ്യാഴനെ കൊണ്ടാണ്. ഒരാളുടെ ജാതകം, ഒരു കുഞ്ഞിൻ്റെ ജാതകം നമ്മൾ ഗണിക്കുമ്പോൾ തന്നെ ആദ്യം നോക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതിയാണ്. വ്യാഴം അവർക്ക് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ, വ്യാഴം നല്ല ഭാവബലത്തോടും നിൽക്കുകയാണെങ്കിൽ അവൻ സമ്പന്നനാവും എന്നുള്ളതിന് സംശയം വേണ്ട. ഇപ്പോൾ വ്യാഴം അത്രയ്ക്ക്, ഇപ്പോൾ വ്യാഴത്തിൻ്റെ ദിവസം തന്നെ നമുക്ക് ബർത്ത്ഡേ വന്നിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് വൃശ്ചിക മാസത്തിലെ ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച അവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും. ഏറ്റവും സാമ്പത്തിക നേട്ടം ഉണ്ടാവും. മുടങ്ങിക്കിടക്കുന്ന ധനങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. പൈസ നിലനിൽക്കും. മറ്റത് നമ്മൾ 100 വരുമ്പോൾ 150 ചിലവ് വന്നുകൊണ്ടിരുന്നിടത്ത് പൈസ നിലനിൽക്കും. അപ്പോൾ സാമ്പത്തിക മേന്മയുണ്ടാവും. അതുപോലെ എന്തെങ്കിലും ഊഹ കച്ചവടങ്ങളിലോ മറ്റ് ഷെയർ മാർക്കറ്റിലോ അല്ല റിയൽ എസ്റ്റേറ്റുകളിലോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷം ആയിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യത്തിലും മാറി നിൽക്കരുത്. കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങണം. ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അത്രയ്ക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ, നല്ല സമയമാണ്, നല്ല ദിവസമാണ്, ഇറങ്ങുന്നവർ നമുക്ക് രാവുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും. 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 1:43 തൊട്ട് 3:07 വരെയാണ് ശരിക്ക് രാവുകാല സമയം. ഉച്ചയ്ക്ക് ശേഷമാണ്. എന്നാലും ഈ സമയം വളരെ ശ്രദ്ധിച്ച് ശരിക്ക് ശുഭകാര്യങ്ങൾക്ക് ഈ സമയം യാത്രയ്ക്ക് എടുക്കാതിരിക്കുക. അതുപോലെ ഗുളികകാലവും യമകണ്ഠകാലവും വരെയാണ്. ഗുളികകാല സമയം വരുന്നത് 9:24 തൊട്ട് 10:49 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 6:32 തൊട്ട് 7:58 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. കാരണം അത് നല്ലതല്ല. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. നമുക്ക് എന്ത് കാര്യങ്ങൾക്കും എടുക്കാം. 11:51 തൊട്ട് 12:39 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട് നമുക്ക്. അല്ലാതെ തന്നെ ഇന്നും ശുഭ ദിവസമാണ്, ശുഭരാശി ഉള്ള ദിവസമാണ്, ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന ദിവസമാണ്. എങ്കിലും അഭിജിത്ത് മുഹൂർത്ത സമയവും നമുക്ക് എടുക്കാവുന്ന ഇതാണ്. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ മഞ്ഞ വസ്ത്രം നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ഷോളായിട്ടോ കർച്ചീപ്പായിട്ടോ എന്തെങ്കിലും രീതിയിൽ മഞ്ഞ വസ്ത്രം അല്ലെങ്കിൽ മഞ്ഞ മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരുത്തും. അപ്പോൾ ഈ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.